وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാനമായ കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും വിധേയമായി തീർത്തും നശ്വരവും നൈമിഷികവുമായ ഈ ഐഹിക ലോക ജീവിതം ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും ഒക്കെ ഞാനും നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ റമദാനിന്റെ ആദ്യ 2 പകുതി അല്ലെങ്കിൽ ആദ്യത്തെ 3/2 ഭാഗം നമ്മളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ ഓരോ സൽക്കർമ്മങ്ങളും, നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും പരിശുദ്ധ ഖുർആൻ പാരായണവും ദിക്ർ ദുആകളും ഒക്കെ നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുകയും ഇനി വരുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആരാധന നിരതരായി കഴിയുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ ദിവസങ്ങളെ ധന്യമാക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമായ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മളൊക്കെ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പുതിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തല്ല, നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഒന്ന് ചർച്ച ചെയ്യുകയും ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരികയും മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അറിയാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നതും മനസ്സിലാക്കിയിട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ. ഏതായിരുന്നാലും വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. എല്ലാ വർഷവും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുതുപ്പറമ്പ് സലഫി മസ്ജിദിന്റെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ 10-17 വർഷമായി സ്ഥിരമായി ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എന്ന നിലയിൽ നമ്മുടെ മറ്റു ഒരു പള്ളികളെ പോലെയും അല്ല, സ്ഥിരമായി വരുമാനമുള്ള ഒരു മാർഗവുമില്ല. സ്ഥിര വരുമാനം എന്ന് പറയാൻ ഒരു പീടിക റൂം പോലും സ്വന്തമായിട്ടില്ല. എന്നാലും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വലിയ സഹായത്താൽ 24 വർഷം പിന്നിടുകയാണ്. പ്രത്യേകിച്ച് പറയത്തക്ക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അതിന്റെ നടത്തിപ്പിൽ ഇതുവരെ വരാതിരുന്നത് അതിനെ അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന നമ്മുടെ പരിസരത്തുള്ള ആളുകളും അവിടെ പ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകളും നൽകുന്ന സംഭാവനകൾ മാത്രമാണ്. സ്ഥിരമായി ഓരോ മാസവും നൽകുന്ന മാസ വരിസംഖ്യ, അതിന് പുറമെ റമദാനിൽ ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് തന്നെ ഒരു സ്പെഷ്യൽ പിരിവ് എന്ന് പറഞ്ഞത് ഒരു വർഷത്തിൽ ഒന്നിച്ച് പരമാവധി എത്രയാണോ അടക്കാൻ കഴിയുന്നത് അത്ര എഴുതുകയും അത് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ഗഡുക്കളായി അടച്ചു തീർക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം 10ാം ക്ലാസ് വരെയുമുള്ള മദ്രസയാണ്. അൽഹംദുലില്ലാഹ് എല്ലാ നിലക്കും വളരെ ഉയർന്ന നിലവാരവും ഉള്ള മദ്രസയാണ്. അതും ഇതിന്റെ കീഴിലാണ് നടത്തുന്നത്. അപ്പൊ അതിലുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ അത് ചില കുട്ടികൾ മാത്രം തരുന്ന കുട്ടികളിൽ നിന്ന് മാസത്തിൽ ഒരു വരിസംഖ്യ തരുന്നു എന്നതല്ലാതെ ഇത്ര എന്ന് പറയുന്നതില്ല. ഏതായിരുന്നാലും ആ ഒരു വരുമാനവും അതിന് പുറമെ ഈ റമദാനിൽ ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ്സുകൾ ഉള്ള സദസ്സുകളിൽ ഒന്ന് പറയുകയും അവിടുന്ന് കിട്ടുന്ന കളക്ഷൻ ഇങ്ങനെയൊക്കെ മാത്രമാണ്. എന്നാലും ഞങ്ങൾ ചെറുതായി കാണില്ല. അള്ളാഹുവിന്റെ മഹത്തായ ഒരു സഹായം കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയത്. ഇനിയും അങ്ങനെ പോവണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇതുപോലെ കഴിവിന്റെ പരമാവധി മനസ്സറിയണം എന്നുള്ളത് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
ഇടയ്ക്ക് ആർക്കെങ്കിലും അത്യാവശ്യത്തിന് പോകണം എന്നുണ്ടെങ്കിൽ അവർ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ പറഞ്ഞത്. കഴിയുന്നതിനനുസരിച്ച് മറ്റുള്ള സംഭാവനകളെ പോലെ നിങ്ങൾ കാണുന്നത് അള്ളാഹുവിന്റെ ഭവനമാണ്, അത് പരിപാലിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ബക്കറ്റായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ റെസിപ്റ്റ് എഴുതിയിട്ടോ നിങ്ങൾ അതിലേക്ക് കഴിയുന്നതിനനുസരിച്ച് പരമാവധി ഇനി അടുത്ത വർഷം ചോദിക്കുള്ളൂ, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്ന് ഓർമ്മപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബിസിനസ്സുകളിലും അതുപോലെ തന്നെ കുടുംബത്തിലും സന്താനങ്ങളിലും ഒക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാണ്. പ്രിയമുള്ളവരെ, അവസാനത്തെ 10 എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ അമൂല്യമായ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസങ്ങളെ നമ്മൾ കരസ്ഥമാക്കണം. എങ്ങനെയാണ് അതിൽ നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഈ അവസാനത്തെ 10 പ്രത്യേകമായി ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്, ആ കാര്യങ്ങൾ നമ്മളും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും കഴിവിന്റെ പരമാവധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യാൻ കഴിയും എന്നതല്ല. എന്നാൽ പ്രവാചകൻ ചെയ്തത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ 10-20 ദിവസങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അതാണ് നമുക്ക് ആദ്യമായി വേണ്ടത്. നമ്മളൊക്കെ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് റമദാനിലേക്ക് പ്രവേശിച്ചത്. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഇങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ വർഷം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു തീരുമാനം നിയന്ത്രിക്കാൻ നമുക്ക് ഉണ്ടായിരുന്നു. ഈ 10-20 ദിവസങ്ങളിൽ ആ തീരുമാനങ്ങൾ എത്രമാത്രം നിർവഹിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായിരുന്നു റമദാൻ എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയത്. റമദാൻ അല്ലാത്ത അതിന്റെ മുമ്പുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആനിനോടുള്ള സമീപനം തന്നെയായിരുന്നു. അതല്ല, അതിനേക്കാൾ കൂടുതൽ സമയം പഠിക്കുവാനും അതല്ലെങ്കിൽ പാരായണം ചെയ്യുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ സമയം കിട്ടിയോ എന്നതിനെ കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കുന്നു. ഇതേപോലെ തന്നെ ആദർശ മേഖലക്ക് കരുത്ത് പകർന്ന ബദറിന്റെ സന്ദേശം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായി നമ്മൾ മനസ്സിലാക്കി. സത്യത്തിൽ നമ്മുടെ ആദർശം എത്രമാത്രം ഭദ്രമാണ് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമുക്കറിയാം, ബദരീങ്ങൾ ഏറ്റുമുട്ടിയത് 2 അല്ലാഹു ഉണ്ട് എന്ന് പറയുന്ന ആളുകളോടായിരുന്നില്ല. മാത്രല്ല, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നതും സസ്യജാലങ്ങൾ ഭൂമിയിൽ മുളപ്പിക്കുന്നതും എല്ലാം അല്ലാഹു തന്നെയാണ് എന്ന് പറയുന്ന ആ ആളുകളോട് തന്നെയാണ്. പക്ഷെ അവർക്കുള്ള പ്രശ്നം എന്തെന്താണെന്ന് വെച്ചാൽ, ആ അല്ലാഹുവിനോട് കൂടെ വലിയ പ്രയാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലാഹു അല്ലാത്തവരെയും അവർ വിളിച്ച് പ്രാർത്ഥിക്കും എന്നുള്ളത്. എന്നാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ നിഷ്കളങ്കമായി അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ആളുകളോടാണ്. അതും സർവ്വസജ്ജീകരണങ്ങളുള്ള സായുധരായ തങ്ങളെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള സൈന്യത്തോട് ഏറ്റുമുട്ടി വെറും 313 ആളുകൾ മാത്രമുള്ള ആ ചെറിയ സംഘം വിജയം കൈവരിച്ചത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തൗഹീദ് ഈ ലോകത്ത് നിലനിർത്താനാണ്. റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയും നമുക്കറിയാം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ് ഫിൽ അർദ്. റബ്ബേ, അല്ലാഹുവേ, ഈ കൊച്ചു സംഘം ഇവിടെ നശിക്കുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഇനി ഭൂമിപത്ത് ഉണ്ടാവില്ല റബ്ബേ, അതുകൊണ്ട് സഹായിക്കണം എന്നതായിരുന്നു. അപ്പൊ നമ്മുടെ ആ ആദർശം എത്രമാത്രം കരുത്ത് പകർന്നതാണ് എന്ന് നമ്മൾ ഈ സമയത്ത് തിരിഞ്ഞു നോക്കേണ്ട ഒരു സന്ദർഭമാണ്. നമുക്കറിയാം, ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക, പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് കാണുകയും അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഓർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളത് മുന്നോട്ടുള്ള ഗമനത്തിന് വളരെ സുഗമമാണ്. മാത്രമല്ല, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാനും വളരെ കുറ്റമറ്റതായ രൂപത്തിൽ നിർവഹിക്കുവാനും അത് വളരെ പ്രയോജനപ്പെടും. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്, നമുക്കറിയാം 2 സൈഡ് ഗ്ലാസ് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ മുന്നിലുള്ള കാര്യങ്ങൾ കാണാനല്ല. അതേസമയം നമ്മൾ പിന്നിട്ട് വന്ന പാതയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് 2 ഗ്ലാസുകൾ സൈഡ് ഗ്ലാസ് മുന്നിലുള്ളത്. അപ്പൊ അതിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു ഡ്രൈവർ എന്ന് പറയാം. ആ ഡ്രൈവിംഗ് വളരെ കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എന്നതുപോലെ നമ്മുടെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൽ ഈ സമയത്ത് വളരെ അനിവാര്യമാണ്. എന്നിട്ട് വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയുണ്ടല്ലോ 10 ദിവസങ്ങൾ, അത് ഞാൻ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു എന്ന തീരുമാനവും, അതല്ല ഇനി ഞാൻ ഇതുപോലെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഞാൻ നിർവഹിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന 10 ദിവസങ്ങൾ ഇതിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എല്ലാ ഇബാദത്തുകളും ഞാൻ നിർവഹിക്കും എന്നുള്ള തീരുമാനവുമാണ് നമുക്ക് ആദ്യമായി ഉണ്ടാവേണ്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ പത്തിലേക്ക് പ്രവാചകൻ പ്രവേശിച്ചാൽ അഹ്യൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കും. ഇത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം ഒഴിവാക്കി കഴിച്ചു കൂട്ടും എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം പ്രവാചകന്റെ അരയുടുപ്പൊന്ന് മുറുക്കിയെടുക്കും. എന്ന് വെച്ചാൽ അതുവരെ പ്രവാചകൻ വളരെ ലൂസാക്കി ഉടുത്തിരുന്നു എന്നതുമല്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത്ര പ്രത്യേകമായ ഒരു കർമ്മത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോ ഉള്ള ഒരു ഒരുക്കമുണ്ട്. ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം നമ്മൾ ആരെങ്കിലും ഒന്ന് പിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ തല പിടിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ നമ്മൾ തുണി അല്ലെങ്കിൽ പാന്റ് ഒന്ന് കയറ്റി കുപ്പായത്തിന്റെ കൈ ഒന്ന് ഉയർത്തിയെടുക്കും. എന്നിട്ടാണ് നമ്മൾ അതിന് മെനക്കെടുക. കാരണം അതിന് ഒരു മുൻകരുതലാണ്. എന്നതുപോലെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് റസൂൽ തന്നെ നിർവഹിച്ചിരുന്നു. മൂന്നാമത് പ്രവാചകൻ വെച്ചാൽ പ്രവാചകന്റെ ഭാര്യമാരെയും അതേപോലെ മക്കളെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയും ചെയ്യുമായിരുന്നു. നമുക്ക് മാത്രം പോരാ, നമ്മുടെ മറ്റുള്ളവർക്ക് കൂടി, നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് കൂടി ഈ പ്രതിഫലം കരസ്ഥമാക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവര് സ്വമേധയായി ഇതിന് തയ്യാറായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഒരു പ്രചോദനം ഇതിൽ വേണം. പൊതുവെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഭാര്യ മക്കൾ. നമുക്കറിയാം എത്രമാത്രം നമ്മളൊക്കെ ഒരു വർഷങ്ങളോളമായി ഈ വിഷയത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. ഒരു സംശയമില്ല. പ്രഭാഷണം നമ്മൾ ഏത് നമ്മുടെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ തന്നെ സാധാരണ കാണുന്ന എല്ലാ ആളുകളും ഉണ്ടാവും. ഈ ആളുകളാണ് MSMന്റെ പരിപാടി വെച്ചാലും ISMന്റെ പരിപാടി വെച്ചാലും ഈ മുതിർന്ന തല നിരച്ച ആളുകൾ എന്ന് തന്നെ പറയാം. എന്നിട്ട് അകാല നില സംഭവിച്ചതാണ് എന്ന് നമ്മൾ തമാശയിൽ പറയാറുണ്ട്. സത്യത്തിൽ പറഞ്ഞു വന്നത് നമ്മുടെ ഇളം തലമുറ ഈ വിശേഷിക്കില്ല. അവരെ കിട്ടണമെന്നുണ്ടെങ്കിൽ പല ഭാഗങ്ങളും പല മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പുതിയ ഗെയിമുകളും ഫുട്ബോളുകളും അതുപോലെ മറ്റു മത്സരങ്ങളൊക്കെ പങ്കെടുപ്പിച്ചിട്ടെങ്കിലും ഇതിന് വരട്ടെ എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ നമ്മുടെ കാലം കഴിഞ്ഞാൽ ഈ പള്ളി കൊണ്ടു നടക്കാൻ ആരാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ച് നല്ലൊരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കളെയും ഭാര്യയെയും വീട്ടുകാരെയൊക്കെ ഇതിന് കൂട്ടണം. പൊതുവെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് പള്ളിയിൽ ചെന്നാലും നമുക്കറിയാം ചെറുപ്രായക്കാർ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ പൊതുവെ ആ നാട്ടില് ഇവർക്കൊരു നിലയും വരി ഉണ്ടാവില്ല. നമ്മൾ ബന്ധപ്പാട് പോയിട്ട് എവിടെ ഏതെങ്കിലും പള്ളിക്ക് പോയി ജമാഅത്ത് നിസ്കരിച്ചാൽ പോലെ എന്നൊരു ചിന്തയിലേക്ക് എത്താണ്. എന്നുവെച്ചാൽ ഒരു പരിഗണനയും ഈ കുട്ടികൾക്കൊന്നും എന്തെങ്കിലും ഒരു ചെറിയൊരു അവരുടെ പ്രായത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും. അവരുടെ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം തണ്ണിപ്പുകളാണ് പള്ളിയിൽ വന്നിട്ട് കാട്ടിയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ അവര് വലുതാവും. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുമ്പോൾ അവിടെ അങ്ങനെ ഇങ്ങനെയല്ലാന്ന് പറഞ്ഞിട്ട് അവരെ പള്ളിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം, ഒച്ചപ്പാടുണ്ടാക്കും, സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാം, രക്ഷിതാക്കളോടും പറയാം ഒന്ന് ശ്രദ്ധിക്കണം. അതിനപ്പുറത്തേക്ക് അവരെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മറ്റുള്ള കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ഈ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറയെ നമ്മൾ ഇതിലേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇത്തികാഫിന്റെ വിശേഷം. അതാണ് ഇപ്പൊ ഈ രാത്രി കഴിച്ചു കൂട്ടുക, കുടുംബത്തെ വിളിച്ചുണർത്തുക എന്ന് പറയുമ്പോൾ അവരും കൂടി പ്രത്യേകമായി നമ്മളോടൊപ്പം ചേർത്ത് അവരുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണന നൽകി അവർ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നോക്കാം എന്ന ഒരു നല്ല ഒരു പ്രതികരണം അവർക്കുണ്ടായാൽ സ്വാഭാവികമായിട്ടും അവര് അതേപോലെ തന്നെ കാര്യങ്ങളെ കുറിച്ച് അവരോട് അന്വേഷിച്ച് വിശ്വാസികൾക്കിടയിലുള്ള ഒരു സ്വഭാവമാണ്. പ്രവാചകന്റെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ ചെറിയ കുട്ടികളോട് പോലും പ്രവാചകൻ അഭിപ്രായം ചോദിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് കൂടി എടുക്കണം എന്നുള്ളതല്ല. നേതൃത്വം എപ്പോഴും മുതിർന്ന ആളുകൾ തന്നെയാണ് നല്ലത്. അതിന്റെ ആ ഒരു നിയന്ത്രണം മുഴുവനായി മുതിർന്ന ആളുകൾ തന്നെയാണ് വേണ്ടത്. ചെറിയ കുട്ടികളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ അവരോട് ചോദിക്കുക, അവരോട് അങ്ങോട്ട് പറയുക, കൽപ്പിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യാനിട്ടോ എന്ന് പറയുക. അങ്ങനെ നമ്മളോട് ചേർത്ത് കൊണ്ടുപോകാം. ഈ അവസാനത്തെ പത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മുടെ പല പള്ളികളിലുള്ള പോരായ്മയും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മളെ യുവതലമുറയെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട അംഗീകാരം നൽകുകയും അവരെ മാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ അവസാനത്തെ പത്താകുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ വിളിച്ചുണർത്തി ഈ പ്രത്യേകമായ പത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും റസൂലുള്ളാഹിന്റെ ചരിത്രം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. വിളിച്ചുണർത്തി ഒരു മണിക്കൂറെങ്കിലും അവരെ ഈ നന്മ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഈ അവസാനത്തെ പത്തിൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം. ഇതുപോലെ തന്നെ പ്രത്യേകമായുള്ളത് ദാനധർമ്മങ്ങളാണ്.
ദാനധർമ്മങ്ങൾ നമ്മൾ ഇതുവരെ ധാരാളമായി ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷെ അവസാനത്തെ പത്തിൽ പ്രത്യേകമായ ഒരു ദാനധർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന റസൂലുള്ളാഹി അദ്ദേഹം പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, ജനങ്ങളിൽ വലിയ ഔദാര്യവാനായിരുന്ന പ്രവാചകൻ. വകാന അജ്വദു മാ യകൂനു ഫി റമദാന ഹീന യൽഖാഹു ജിബ്രീൽ അലൈഹിസ്സലാമിയെ റമദാനിൽ കണ്ടുമുട്ടുമ്പോഴൊക്കെ പ്രവാചകൻ ഒന്നുകൂടി ഔദാര്യം കാണിക്കുമായിരുന്നു. മാത്രമല്ല വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിലെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാമിയെ പ്രവാചകൻ കണ്ടുമുട്ടുമായിരുന്നു. ഫയുദാരിസുഹു അൽ ഖുർആൻ, അങ്ങനെ ഖുർആൻ പാഠം ഒത്തുനോക്കുകയും ചെയ്യും. قال رسول الله صلى الله عليه وسلم حين يلقاه جبريل اجود بالخير من الريح المرسل, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യം കാണിച്ചിരുന്നു. അജ്വദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, ഒരു ഭംഗി വാക്കോ ഒരു പ്രശംസയോ ആഗ്രഹിക്കാതെ മറ്റുള്ളവനെ സഹായിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമാവട്ടെ മറ്റുള്ള ഏത് നിലക്കാവട്ടെ അതാണ് ഔദാര്യം കാണിച്ചിരുന്നത്. റസൂലുള്ളാഹി അങ്ങനെയായിരുന്നു അവസാനത്തെ. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ദാനധർമ്മം എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. വല്ലദീന ഇബാദുർ റഹ്മാനിന്റെ, അതായത് കാരുണ്യവാന്റെ അടിമകളുടെ സ്വഭാവമായി പരിശുദ്ധ ഖുർആൻ പറയുന്ന ആയത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അങ്ങനെ അയച്ചുവിടാൻ അവർ ചെലവഴിക്കാത്തവർ എന്നല്ല, എന്നാൽ ഒന്നിച്ച് ചെലവഴിക്കുന്നവരും എന്നല്ല. എന്നാൽ മിതമായ ഒരു രൂപത്തിൽ നൽകുകയും അവർ ദൂർത്തടിക്കുക, വലം യഖ്തുറൂ എന്നാൽ വളരെ ചുരുക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമ അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു രൂപത്തിൽ മിതമായ രൂപത്തിൽ നമ്മുടെ സമ്പത്ത് മുഴുവനും ചെലവഴിക്കണം എന്നുള്ളതല്ല, വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ദാനധർമ്മം ചെയ്യുക എന്നുള്ളത്. സ്വതക്കകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സമയത്ത് പ്രത്യേകമായി നമുക്ക് ഈ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ദാനധർമ്മങ്ങൾ കൊണ്ട് ഒന്നും ചുരുങ്ങൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ കാര്യം നമുക്ക് എത്രമാത്രം അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ തന്നെ ചിന്തിക്കണം. റസൂലുള്ളാഹി നമുക്കറിയാം, വെറുതെ ഒരു കാര്യം പറയില്ല, പറഞ്ഞതിൽ ഒരു പൊള്ളത്തരം ഉണ്ടാവില്ല. വളരെ കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അല്ലാതെ റസൂൽ ഒരു കാര്യം പറയില്ല. റസൂലുള്ളാഹി പറയാണ്, ദാനധർമ്മം നിങ്ങളുടെ സമ്പത്തിനെ ചുരുക്കൂല. പക്ഷെ നമുക്ക് ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലുള്ളത് ഇനി പ്ലാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പദ്ധതിയാണ്. വലിയ പ്രൊജക്ട് വരുമ്പോ, പള്ളി നിർമ്മാണങ്ങൾ വരുമ്പോ നമ്മൾ 10,000-ങ്ങളോ അല്ലെങ്കിൽ അതിന് 1000-ങ്ങളൊക്കെ കൊടുക്കുമ്പോ നമ്മുടെ മുമ്പിലുള്ള മറ്റു പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക. കുറച്ച് കുറവുണ്ടാവും, അല്ലെങ്കിൽ അത് നടക്കൂല, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം, മോളെ കല്യാണം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞിടത്ത് നമുക്ക് എത്താൻ കഴിയുന്നില്ല. സ്വതക്ക സമ്പത്തിൽ നിന്ന് ഒന്നും ചുരുക്കൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർഗത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിൽ നമുക്ക് കിട്ടും. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഇപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മള് ഇപ്പൊ കൊടുക്കാനുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കാതെ ഒരു ചെറിയൊരു പിശുക്ക് വന്നു, ആ പൈസ നമ്മുടെ പോക്കറ്റിലുണ്ട്, സ്വാഭാവികമായിട്ടും അത് പോയിട്ടില്ല. എന്നാൽ നമുക്ക് മുൻപില് വലിയ പദ്ധതികൾ ഉണ്ട്, പക്ഷെ അവിടേക്കൊന്നും എത്തിയില്ല. ആ പദ്ധതി നടക്കാതെ പോകുമ്പോൾ ഇവിടെ നടക്കാതെ പോകുന്ന എത്രയോ രംഗങ്ങളുണ്ട്. നമ്മള് കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ബൈക്കാരൻ വന്നപ്പോൾ നമ്മൾ തട്ടിത്തെറിപ്പിച്ചു. എത്ര പൈസ നമുക്ക് അതിന് വേണ്ടി ഇറക്കാതെക്കാൻ പറ്റും? ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ഒരു പക്ഷേ അത് നമുക്ക് ആ ദാനം ഇത്തരം അപകടങ്ങളെ തടുക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ 100 രൂപ അവിടെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ ഇന്ത്യ ഒരു അനുഭവം, നമ്മുടെ നാട്ടിലുള്ള ഒരു അനുഭവം. സ്ഥിരമായി പള്ളിയിൽ വരുന്ന ഒരാള്, വളരെ പ്രയാസപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്ഥിരമായി വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് നല്ല സംഭാവന കൊടുത്തിരുന്ന ഒരാൾ, സ്ഥിരമായി വരുന്ന ഒരു മാസം വരും. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്, 1-2 മാസമായിട്ട് മരണപ്പെട്ടു. ഏതായിരുന്നാലും അദ്ദേഹത്തിന് സ്ഥിരമായി 200 രൂപ തോതിൽ, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്, 200 രൂപ തോതിൽ കൊടുക്കുന്ന ഒരാൾ. അന്ന് അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ പോയതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു. അസ്ർ നിസ്കാരത്തിനാണ് അദ്ദേഹം വന്നത്. കോള് വന്നപ്പോ അത് ആ കോളിലായിക്കൊണ്ട് അദ്ദേഹം എങ്ങനെ ഇറങ്ങിപ്പോയി, ഈ കാര്യം ശ്രദ്ധിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്നെ പറയാണ്, ഞാൻ വണ്ടി എടുത്ത് പോയി ഒരു മൂച്ചിന്റെ കൊമ്പ് തട്ടി ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി.
അപ്പോ സംഗതി അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹാണ്, അതിൽ യാതൊരു വിഷയമില്ല. പക്ഷെ അദ്ദേഹത്തിന് തന്നെ അത് തോന്നി, ഞാനത് സ്ഥിരമായി വായിക്കുന്നത് നഷ്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് പഠിച്ചവന്റെ പരീക്ഷയാണ്. മുമ്പ് തന്നെ പറയാണ്, നമ്മൾ ആരും പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ ഇത് നമുക്കൊരു പാടാണ്. അപ്പൊ ദാനധർമ്മം യഥാർത്ഥത്തിൽ നമ്മുടെ അപകടത്തെ തടുക്കുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ഒരു മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നതിന് അതൊന്നും ഒഴിവാക്കി വെക്കാൻ തന്നെ മതി നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ അതുകൊണ്ടുണ്ടാകും. ഒന്നും ചുരുങ്ങൂല എന്ന് പറയുന്നത് പല മാർഗത്തിലൂടെ നമുക്ക് ലാഭം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് ഓരോ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളതാണ്. മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇബ്നു ബത്വാൽ റഹിമഹുല്ലാ പറഞ്ഞത് വമഅലൂമൻ അന്ന ദുആഉൽ മലായികത്തി മുജാബുൻ, മലക്കുകളുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നതാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി ഓരോ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, ഓരോ ദിവസവും രാവിലെ മലക്കുകൾ വരും. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീ ഇല്ല മലക്കാനി യൻസിലാനി, ഓരോ ദിവസവും പ്രഭാതത്തിൽ 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ടില്ലാതെ ഇല്ല. എന്നിട്ട് ആ മലക്കുകൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം കൊടുക്കണം. മറ്റേ മലക്ക് അല്ലാഹുവേ ചെലവഴിക്കാതെ പഠിച്ചു വെക്കുന്ന ആൾക്ക് നീ നാശം നൽകണമേ. നഷ്ടം അത് മലക്കുകളുടെ പ്രാർത്ഥനയാണ്. സത്യത്തിൽ നമുക്ക് എന്തിന്റെ കുറവാണുള്ളത്? ഉള്ളത് മുഴുവൻ കൊടുക്കണം എന്നുള്ളതല്ല, ഉള്ളതിനനുസരിച്ച് കൊടുക്കുന്നത് സംതൃപ്തിയോടുകൂടി ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടു കൂടി കൊടുത്താൽ തീർച്ചയായിട്ടും ഈ ഫലങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് കുടുംബങ്ങളിലും അയൽപക്കത്തുമായി കൊണ്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന നിത്യരോഗികളായ, അതുപോലെ തന്നെ വീട് പണിക്കും വേണ്ടി, അതുപോലെ പല ആവശ്യങ്ങൾക്കും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ കണ്ടെത്തി കൊടുക്കാത്തത് കൊണ്ടല്ല, നമ്മൾ അത് പരിഗണിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. നമുക്ക് കഴിയുകയില്ലെങ്കിൽ സഹായം ചെയ്യാൻ കഴിയുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട്, അതും ഇതിൽ വലിയ ഒരു പ്രധാനമുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്ക് കഴിയില്ലെങ്കിൽ ആ കഴിയുന്ന ആളുകളെ ബന്ധപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു ത്യാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അതേപോലെ തന്നെ പെരുന്നാളിന് നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങുമ്പോൾ അതില്ലാത്ത കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ എന്നൊന്ന് അന്വേഷിക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ ദഅവാ സംവിധാനങ്ങൾ, അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ചെലവഴിക്കുക. നമുക്കറിയാം TV എന്നൊക്കെ പറയുന്ന നമ്മുടെ ചാനലുകളുണ്ട്. അത് കൃത്യമായി നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് ദഅവത്ത് എത്തിക്കുന്ന മാർഗമാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ബഹുമാനനായ നമ്മളെ അധ്യക്ഷൻ TP അബ്ദുള്ള കോയ മദനി ദഅവാ ഫണ്ട് സ്വരൂപിക്കാൻ ഇവിടെ എത്രമാത്രം ആയിട്ടുള്ളത് എന്നറിയാം. ഒരാള് 2 ദിവസത്തെ വേതനമെങ്കിലും അതിന് നിങ്ങൾ വിനിയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന്റെ പ്രാധാന്യം അത്രയാണ്. നമുക്കറിയാം, ദഅവത്ത് നിർവഹിക്കാനാണ് ഏറ്റവും പ്രധാനമായ ദഅവത്താണ് പ്രവാചകന്മാർ ഇവിടെ നിർവഹിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകമായി പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തയച്ചത്. അവരൊക്കെ പറഞ്ഞത് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു ഉഅ്ബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ, അവനല്ലാതെ മറ്റൊരു ഇലാഹും നിങ്ങൾക്ക്. ഇത് പറയാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. ഇനിയൊരു പ്രവാചകൻ വരൂല്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരെ അനന്തരാവകാശികൾ ഇനി പണ്ഡിതന്മാരാണ്. ഇത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരാണ് നമ്മുടെ പ്രസ്ഥാനം. ഏറ്റവും വലിയ ദഅവത്ത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹാൻ, ഏറ്റവും ഉത്തമമായ വാക്ക് പറയുന്നവൻ ആരാണ്? അത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന തൗഹീദിന്റെ ആ ഒരു ദഅവത്തിനെ നമ്മൾ ഏറ്റെടുക്കുകയും അതിന് വേണ്ട സഹായങ്ങൾ അതിലേക്ക് സംഭാവന ചെയ്യുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദഅവത്ത് നടക്കുന്നത്, മുമ്പൊക്കെ വാദപ്രതിവാദങ്ങൾ, ഖണ്ഡനമണ്ഡനങ്ങൾ, കവലകൾ തോറും പ്രസംഗങ്ങൾ, ഇപ്പൊ അതൊന്നുമില്ല. ഉണ്ടായാൽ തന്നെ അതിന് പങ്കെടുക്കാൻ ആളുമില്ല, പങ്കെടുപ്പിക്കാനും ആളില്ല. അഥവാ ഇനി പങ്കെടുപ്പിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവ് കാരണം മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്നുള്ളത് ഇത് നടത്തലും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദഅവത്ത് നടക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയാണ്, യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെയാണ്. ഈ സംവിധാനം എത്രമാത്രം ഫലപ്രദമാവണം എന്ന് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കാണ് അറിയാം. നമ്മളെ അധ്യക്ഷൻ അത് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. കാരണം യൂട്യൂബ് തുറന്നാൽ അവിടെ ഫസ്റ്റില് ഒരു വിഷയം അടിച്ചു കൊടുത്താൽ, ജുമുഅ ഖുത്ബ അടിച്ചു കൊടുത്താൽ ആദ്യം ഇന്ന ഏതാണോ വരുന്നത് അവർ അതിന് മാത്രം സംവിധാനങ്ങളും സൗകര്യങ്ങളും അതിനുള്ള സാമഗ്രികളും അവരുടെ ഉണ്ടായിട്ടാണെന്നുള്ളതാണ്. കൂടുതൽ വ്യൂസ് കിട്ടുമ്പോൾ അപ്പോഴാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് അത് ആദ്യമായിട്ട് വരിക എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരുപാട് മുതൽ മുടക്കുണ്ട്. പറഞ്ഞു വന്നത് ഈ ദഅവത്തിന്റെ കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഈ ഒരു വലിയൊരു സംഖ്യ അതിനു വേണ്ടി മാറ്റിവെക്കണം. ഒന്നും നഷ്ടപ്പെടില്ല. കാരണം അള്ളാഹുവിന്റെ ശിക്ഷ തടയണമെങ്കിൽ ഈ
ഈ ദഅവത്ത് ഇവിടെ നടക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഒരു സമൂഹത്തിൽ തിന്മ നടമാടുമ്പോൾ ആ തിന്മ നടമാടുമ്പോൾ നിങ്ങൾക്ക് ഇസ്സത്തും പ്രതാപവും ഉണ്ടായിരിക്കും, അതിനെ തടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊതുവായിട്ടാണ് ശിക്ഷ ഇറങ്ങട്ടോ. ആ ആളുകൾക്ക് മാത്രമല്ല ഇറങ്ങാന്ന്. നമ്മളന്ന് പ്രബോധനം നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ശിക്ഷ ഇറങ്ങും. നമുക്കറിയാം വിദേശ രാജ്യങ്ങൾ ഇന്ന് വല്ലാത്ത പ്രയാസത്തിലാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുന്ന ഒന്ന് ആമുഖമായി കണ്ണോടിച്ചു പോകാൻ. നമുക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങളാണ് ഈ പറയുന്നത് പോലെ കുവൈത്തും ഇറാനും കുവൈത്തും ഖത്തറും അതുപോലെ തന്നെ സൗദിയൊക്കെ. ദഅവത്ത് ഇവിടെ നടക്കുന്ന അത്ര പോലും അവിടെ നടക്കുന്നില്ല. വളരെ എണ്ണപ്പെട്ട ഒരു ഖുത്ബ നടത്തണമെന്നുണ്ടെങ്കിൽ ഔഖാഫിൽ നിന്നൊരു പേപ്പർ കിട്ടിയിട്ട് വേണം, അതിനപ്പുറത്തേക്ക് ഒരു വരി പോലും അവിടെ പറ്റൂല. എന്ന് വെച്ചാൽ ദഅവത്ത് ഇല്ലാതായപ്പോ അവിടെ തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇഷ്ടം പോലെ തിന്മകളാണ് അവിടെ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവിടെ ശിക്ഷ ഇറക്കാണ് പല രൂപത്തിലായിട്ട്. അപ്പൊ നമ്മള് അതിൽ നിന്ന് രക്ഷയുള്ളത് ഈ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ശിർക്കിനെതിരെ ശക്തമായ പ്രതികരണം, അതിനെ തടഞ്ഞു നിർത്താനുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ദാനധർമ്മങ്ങൾ ഈ മേഖലയിലേക്ക് നമ്മൾ ഒരു മടിയും കൂടാതെ നിർവഹിക്കുക എന്നുള്ളതാണ് ഈ അവസാനത്തെ 10 ഇത് വിട പറയുന്ന റമദാൻ വിട പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാനുള്ളത് റസൂലുള്ളാഹി ചെയ്ത ഇത്തികാഫ്. നമുക്കൊക്കെ അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തികാഫിന്റെ രീതി എന്ന് പറയുന്നത്, ഇപ്പോ പ്രവാചകൻ പ്രവേശിച്ച് കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ ഇത്തികാഫ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത്. അതായത് ഇന്നത്തെ ഇപ്പൊ സുബഹി കഴിഞ്ഞപ്പോൾ പ്രവേശിക്കുകയാണെങ്കിൽ കഴിഞ്ഞു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ പൂർണ്ണമായും ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന വാദം ചില പള്ളികളിലൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പൊ ഇത്തികാഫിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തികാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പള്ളിയിൽ നേരം വെളുമ്പോൾ ഈ രാത്രി മുഴുവനും ഉറങ്ങാതെ കഴിച്ചു കൂട്ടണം, എന്നാലേ ഇത്തികാഫിന്റെ കൂലി കിട്ടുള്ളൂ എന്ന് പറയുന്ന ചില പള്ളികൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് നമ്മളെ പരിസരത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരം വിഷയങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇദാ അമർതുകും ബിശൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിവിന്റെ പരമാവധി ചെയ്യാനാണ്. റസൂലുള്ളാഹി റമദാൻ ആവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ രാത്രി 11 റക്അത്തിൽ വർദ്ധിപ്പിക്കാറില്ലായിരുന്നു. നമുക്കൊക്കെ അറിയാം റസൂലുള്ളാഹി അങ്ങനെ തന്നെ റമദാനിലായിരുന്നാലും അല്ലാത്തപ്പോഴായിരുന്നാലും. എന്നാൽ അതേസമയം നമുക്ക് റമദാനിൽ നമ്മൾ 11 റക്അത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ ഈ 11 റക്അത്ത് സുന്നത്തുണ്ട്, അതേപോലെ സുന്നത്തിന്റെ റസൂലുള്ളാഹി നിസ്കരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എത്ര ആളുകൾ ഈ 11 റക്അത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട്? റസൂലുള്ളാഹി പറഞ്ഞു, കഴിയാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയാക്കി നിസ്കരിക്കണം. നിങ്ങളെ കൊണ്ട് എത്രയാണോ പതിവാക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ ചെയ്യണം. അല്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എത്ര കുറവാണെങ്കിലും അള്ളാഹുക്ക് നിങ്ങൾ പതിവായി ചെയ്യുന്നതാണ് ഇഷ്ടമുള്ളത്. അപ്പൊ 7 നിസ്കരിക്കാം, 5 നിസ്കരിക്കാം, 3 നിസ്കരിക്കാം, ഇങ്ങനെ ഒറ്റ നിസ്കരിക്കാം. നമ്മുടെ കഴിവിന്റെ പരമാവധിയാണ്. അതല്ല റസൂലുള്ളാഹി എല്ലാ റമദാനിലും അല്ലാത്തപ്പോഴും 11 നിസ്കരിച്ചിരുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. എന്നതുപോലെ ഇത്തികാഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഇങ്ങനെയാണ്. അതുപോലെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. എന്നാൽ അതിനപ്പുറത്തേക്ക് എത്രയാണോ ഇബാദത്തിൽ കഴിച്ചു കൂട്ടുകയാണ് എന്ന നിയ്യത്തോടു കൂടി അള്ളാഹുവിന്റെ ഭവനത്തിൽ കഴിച്ചു കൂട്ടുന്നതിനാണ് ഇത്തികാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾക്ക് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പോയി വന്നതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ നിൽക്കാൻ കഴിയുള്ളൂ, ഉറക്കൊഴിക്കാൻ കഴിയുള്ളൂ എങ്കിൽ അത് മതി. അയാൾക്ക് അതിനുള്ള കൂലി കിട്ടും. അതല്ലാതെ അയാൾക്ക് ഇത്തികാഫിന്റെ കൂലി കിട്ടോ ഇല്ല എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യാനേ പാടില്ല. കാരണം എല്ലാവരും ഒരുപോലെ അല്ല. ഇപ്പൊ പ്രായം ചെന്ന ആളുകൾക്ക് രാത്രി ഒരല്പം ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് നീച്ച് നടക്കാൻ കഴിയൂല, പിറ്റേ ദിവസം നോമ്പ് നോക്കാൻ കഴിയൂല, പിറ്റേ ദിവസം ജോലിയുള്ള ആളുകളുണ്ടാവും, അവർക്ക് പ്രയാസം ഉണ്ടാവും. കഴിയുന്നതനുസരിച്ചാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരിക്കലും അള്ളാഹ് ഒരു ആൾക്ക് കഴിയാത്തത് അള്ളാഹു നിർബന്ധിച്ചിട്ടില്ല, നിർബന്ധിക്കുകയുമില്ല. മതത്തിൽ അങ്ങനെയില്ല. മതത്തിൽ ബലാത്കാരമില്ല. അപ്പൊ കണിശമായി പറയുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെ ആളുകൾ കുറവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകൾ അതിനനുസരിച്ച് നിർവഹിക്കട്ടെ. രാത്രി 12 മണി വരെ ആണെങ്കിൽ അത്ര ഖുർആൻ പാരായണവും ദിക്ർ ദുആകളുമായി ഇത്തികാഫ് കഴിച്ചു കൂട്ടും. ഇനി അതല്ല സുബഹി വരെ കഴിച്ചു കൂട്ടാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിയട്ടെ. അതിനനുസരിച്ചുള്ള പ്രതിഫലം ഓരോരുത്തരോടും കിട്ടട്ടെ. ഇതാണ് എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിച്ച് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമുള്ള ഒരു ആരാധനാ കർമ്മം തന്നെയാണ്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻഗാമികളായ സമുദായങ്ങൾക്കും ഈ ഇങ്ങനെ ഒരു ആരാധനാ കർമ്മം അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമുണ്ട്, വഅഹദനാ ഇലാ ഇബ്രാഹിമ
ഞാൻ ഇബ്രാഹിം നബിക്ക് കൽപ്പന കൊടുക്കുകയുണ്ടായി ഇസ്മായിൽ നബിക്കും അൻ തുഖിറ ബൈയ ലിത്വാഇഫീന വൽ ആകിഫീന വർ തവാഫ് ചെയ്യുന്നവർക്കും ഭജന വിരിക്കുന്ന ആളുകൾക്കും എന്റെ ഭവനം വൃത്തിയാക്കണം, ശുദ്ധീകരിക്കണം എന്ന് നാം കൽപ്പന നൽകുകയുണ്ടായിരുന്നു. അപ്പൊ ഭജനമിരിക്കുക എന്നത്, ഇത്തികാഫിരിക്കുക എന്നത് മുൻഗാമികളായ സമുദായങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിഫു അൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫഹു അല്ലാഹു തആല അദ്ദേഹത്തെ വഫാത്താക്കുന്നത് വരെ റസൂലുള്ളാഹി അവസാനത്തെ 10 ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നു. പിന്നെ പ്രവാചകന്റെ കാലശേഷം അവിടുത്തെ ഭാര്യമാരും ഇരിക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ കാലശേഷം മാത്രമല്ല, പ്രവാചകനോടൊപ്പവും ഇത്തികാഫിലിരുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ഭാര്യമാരും ഇത്തികാഫിലിരുന്നു. അപ്പൊ അവസാനത്തെ 10 പള്ളിയിൽ കഴിച്ചു കൂട്ടുക എന്നതാണ് പ്രവാചകന്റെ ചര്യ. നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി ഇന്ന് മഗ്‌രിബ് നിസ്കാരം മുതൽ ഇത്തികാഫ് എന്നുള്ള ആ ഒരു ആരാധനാ കർമ്മം പ്രത്യേകമായി നിർവഹിക്കുക റസൂലുള്ളാഹി അവസാനത്തെ 10 നിർവഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അതേപോലെ തന്നെ ഇത്തികാഫ് നിർബന്ധമാണ് എന്നതല്ല, മുഅക്കദായ സുന്നത്താണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത കാര്യമാണ്. അതേസമയം ആരെങ്കിലും ഇത്തികാഫ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കൽ നിർബന്ധവുമാണ്. മറ്റുള്ള കാര്യത്തെ പോലെ തന്നെ ഇപ്പോ സുന്നത്തായ ഒരു കാര്യത്തെ ഞാൻ നിർവഹിക്കും എന്ന് തീരുമാനിക്കലാണ് നേർച്ച. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തികാഫ് നേർച്ചയാക്കാം. അപ്പൊ ഊരവേദനക്കോ അല്ലെങ്കിൽ ഉറക്കമില്ലാത്തതിനൊക്കെ വേണമെങ്കിൽ ഇത് ശിഫാട്ടെ എന്ന് കരുതി ഒരാൾക്ക് ഇത്തികാഫ് നേർച്ചയാക്കാം. അതുകൊണ്ട് മാറുമെന്നുള്ളതല്ല, പക്ഷെ അതൊരു ഇബാദത്താണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിർവഹിക്കൽ നിർബന്ധമായി വരും. അതല്ലാത്ത കാലത്തോളം ഇത്തികാഫ് മുഅക്കദായ സുന്നത്താണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മാത്രമല്ല ഇത്തികാഫിനെ കുറിച്ച് മഹാനായ ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് ഈ മനുഷ്യരുടെ ഇത്തികാഫ് ഒഴിവാക്കുന്ന ആളുകളുടെ കാര്യം മഹാ അത്ഭുതമാണ്. കാരണം ഇത്തികാഫ് ഒരു മുഅക്കദായ സുന്നത്താണെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ പ്രവാചകൻ ചില സമയത്ത് മാറ്റിവെക്കും, ചില സമയത്ത് കൃത്യമായി നിർവഹിക്കും. പക്ഷെ ഇത്തികാഫ് അങ്ങനെ, ഇത്തികാഫ് പ്രവാചകൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം ഒഴിവാക്കുന്ന ആളുകളുടെ കാര്യം മഹാ അത്ഭുതം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നതായി കാണിക്കുക. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇത്തികാഫിലേക്ക്, അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയമാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് ഇത്തികാഫിലിരുന്നു എങ്കിൽ അവർക്കുള്ള സംവിധാനവും സൗകര്യവും നമ്മൾ ഒരുക്കി കൊടുക്കണം. നമുക്കറിയാം നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരും കൂടി ഇത് മനസ്സിലാക്കേണ്ടതാണ്. അവർക്കും ഇത്തികാഫിരുന്നാൽ അതിനുള്ള പ്രതിഫലം കൃത്യമായും അവർക്ക് ലഭിക്കും. മറിയം ബീവി നമുക്കറിയാം പള്ളിയിൽ ഭജനമിരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്, പള്ളിയിൽ വളർന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് അത് തന്നെ മതി അതിനുള്ള തെളിവ്. കൃത്യമായും എല്ലാവരും ഇത്തികാഫിന്റെ ഇത്തികാഫ് നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെയുള്ള കാര്യം ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ഇത്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും അതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഈ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരസ്ഥമാക്കാനാണ്. ലൈലത്തുൽ ഖദർ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള സൂറത്ത് തന്നെയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് ചോദിച്ചിട്ട് പിന്നെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ് ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങൾ നമ്മൾ കൂട്ടി നോക്കി ഒരു മനുഷ്യന്റെ പ്രവാചകന്റെ ഈ സമുദായത്തിന്റെ ശരാശരി ആയുസ് 60-നും 70-നും ഇടയിലാണ്. നമുക്കറിയാം ഒരു മനുഷ്യന് 70 വയസ്സ് വരെ ആയുസ് കിട്ടിയെന്നെ ആ ജീവിതകാലത്ത് അവന് സമ്പാദിക്കാൻ കഴിയാത്തത്ര ആ 70 കൊല്ലവും തുടർച്ചയായി രാവും പകലും ഇല്ലാതെ ഇബാദത്ത് ചെയ്താലും കിട്ടാത്ത പ്രതിഫലമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു നൽകാം എന്ന് പറയുന്നത്. 1000 മാസങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 86 വർഷം തുടർച്ചയായിട്ട് ഇബാദത്ത് ചെയ്ത കൂലിയാണ്. 86 വർഷം. അപ്പോ നമ്മള് ഒരു 70 വർഷം കിട്ടിയാല് ആ 70 വർഷത്തിൽ 15 വർഷം കുട്ടികളായിട്ട് പോയി. ഇനി അങ്ങനെ ബാക്കി വരാൻ 55 വർഷമാണ്. ആ 55 വർഷത്തിൽ പകുതി ഉറങ്ങിയിട്ടും ജോലിയിലെല്ലാം കൂടിയൊക്കെ ആയിട്ട് അങ്ങനെ പോവാൻ ചെയ്യേറി എന്നാൽ തട്ടിക്കഴിച്ചവര് നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണെന്ന് ഒരു 15 വർഷത്തെ ഇബാദത്ത് നമുക്ക് ഉണ്ടാവും. നമുക്ക് ഒറ്റ ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കാൻ സാധിച്ചാൽ 86 വർഷം, ഒരു 8-10 വർഷം നമ്മൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് റമദാനിലെ അവസാനത്തെ 10 നമ്മൾ കഴിച്ചു കൂട്ടിയാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ജീവിച്ച ആളുകളെക്കാൾ മുൻകടക്കാൻ നമുക്ക് തോന്നുന്നത് അള്ളാഹു നീതിമാനല്ലേ. ആ കാലത്തുള്ള ആളുകൾ, നൂഹ് നബിന്റെ കാലത്തുള്ള ആളുകൾ 950 വർഷം ജീവിച്ചു. നമ്മളാണെങ്കിൽ ഈ 95 തികയണേ.
പിന്നെ എങ്ങനെയാണ് അള്ളാഹു നീതി കാണിക്കുന്നത്? നമുക്ക് ഇത്തരം ഓഫറുകൾ അതാ മുമ്പ് സമുദായത്തിൽ ഇല്ലായിരുന്നു. ഒരു മണിക്കൂർ കൊണ്ട് ഒരു വർഷം പ്രതിഫലം ചെയ്ത പുണ്യം ചെയ്ത പ്രതിഫലം. അതേപോലെ തന്നെ ഒരു രാത്രി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ 86 വർഷം. ഇങ്ങനെ ഈ ഓഫറുകളൊക്കെ നൽകുന്നത് യഥാർത്ഥത്തിൽ നീതിമാനാണ് അല്ലാഹു എന്നുള്ളത് കൊണ്ടാണ്. പറഞ്ഞു വന്നത് ഇതൊരു നിസ്സാരമായ ഒരു ചെറിയ കാര്യമല്ല ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുക എന്നുള്ളത്, അതിന്റെ പുണ്യം. അപ്പൊ അന്ന് നമ്മൾ ഈ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കരസ്ഥമാക്കാൻ സാധിക്കും. അത് എങ്ങനെയൊക്കെയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഖുർആൻ പാരായണത്തിലായിട്ടോ ദിക്ർ ദുആകൾ നിർവഹിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിൽ ദീനിനെ കുറിച്ചുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടോ ദീനി വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടോ പള്ളിയിൽ വെച്ച് നമ്മൾ ആ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മൾ കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഈ ഇഅ്തികാഫ് എന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേകമായി നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് ഈ വിഷയമാണ്. ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, അന്ന് ഈ റമദാനിലെങ്കിലും തീർച്ചയായിട്ടും ഇതിലുള്ള ഇനി ഇവിടുന്നുള്ള ദിവസം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വെറും 10 ദിവസം മാത്രം, വെറും 10 ദിവസം, മിക്കവാറും 9 ദിവസം ഉണ്ടാവാനും സാധിക്കും. അപ്പൊ ഈ ഒരു ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കും. അത്ര പ്രതിഫലമാണ് ആ ദിവസത്തിൽ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ദിവസമായതുകൊണ്ടാണ് ആ ഖദറിന്റെ രാത്രിക്ക് അത്ര പ്രതിഫലം അല്ലാഹു നൽകിയത്. നമുക്കറിയാം അള്ളാഹുവിന്റെ നാടുകളിൽ എനിക്ക് ഇഷ്ടമുള്ള നാടാണ് മക്ക. ആ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനെ ഈ ഖുർആനുമായി എന്തെല്ലാം ബന്ധമുണ്ടോ. ഇനി ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളൊക്കെ നോക്കുക, ആ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലം. ആ ഖുർആൻ മനഃപ്പാടമാക്കിയവർക്ക് 7 ആളുകൾ, കുടുംബത്തിൽപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ള അധികാരം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനും എന്നതാണ് ഇഅ്തികാഫിൽ പ്രത്യേകമായി സ്മരിക്കേണ്ടത്. ഈ ലൈലത്തുൽ ഖദർ, ആ ഒരു ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഒരു പുണ്യം കരസ്ഥമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ലൈലത്തുൽ ഖദർ എന്നാണ് എന്നൊരു വിഷയത്തിലും കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം കൃത്യമായി ഇന്ന ദിവസമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദിവസം മാത്രം നോക്കിയാൽ മതി. അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അതായത് ഒരു മാസത്തില് ഒരു വർഷം, ഇപ്പൊ എന്റെ നാട്ടിൽ ഇതേപോലെ തന്നെ ഒരാളുണ്ട്. ഇതുപോലെ തന്നെ ഒരാള് വളരെ ചുളിവില് കാര്യം സമ്പാദിക്കണം എന്ന ചിന്തയുണ്ട്. ഒരു റമദാനിലെ അവസാനത്തെ 10 21 രാവിലെ ഇഅ്തികാഫിലായിരുന്നു. പിറ്റത്തെ വർഷം 23 രാവിലെ, പിറ്റത്തെ വർഷം 25 രാവിലെ. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചു, അവസാനത്തെ 10 ഇരിക്കണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, ഈ 10 വർഷം അങ്ങനെ ഇല്ല, 5 വർഷം അങ്ങനെ ഇരുന്നാൽ തന്നെ ഈ ഒറ്റ രാവിലെ ഇതിൽ ഒന്നിലും വിടും, അപ്പൊ തന്നെ നമ്മൾ രക്ഷപ്പെടും. അദ്ദേഹം ഇപ്പൊ നമ്മളെ കൂടെ പുറത്ത് അങ്ങനെ പോയി. പക്ഷെ അങ്ങനത്തെ വേറെ ആളുകൾ അങ്ങനെയാണ് മാറ്റി നിർത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു 10 ദിവസം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ സാബിഅത്തി അവി താസിഅത്തി. ലൈലത്തുൽ ഖദ്ർ 7, അതായത് 27 അല്ലെങ്കിൽ 29 29 ആകുന്നു. അന്ന് ഭൂമിയിലുള്ള മണൽത്തരികളെക്കാൾ കൂടുതൽ എണ്ണ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ 27, 29 അതിൽപ്പെട്ട പ്രവാചകൻ പറഞ്ഞ ദിവസങ്ങളിൽപ്പെട്ട 2 ദിവസങ്ങളാണ്. അപ്പോ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മണൽത്തരികളെക്കാൾ കൂടുതൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് സമാധാനം എന്ന് പറഞ്ഞത്. ഫജ്ർ വരെ അന്ന് സമാധാനമാണ്, രക്ഷയാണ്. ഈ മലക്കുകൾ, നമുക്കറിയാം മലക്കുകളുടെ എണ്ണം എത്ര അധികം ഉണ്ടാവോ എന്ന് നമുക്ക് തോന്നും. മണൽത്തരികളുടെ ഏകദേശ ധാരണ നമുക്കുണ്ടല്ലോ. അപ്പൊ മലക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉണ്ട്. സുസലദാസന്റെ ഒറ്റ ഒരു സംഭവം മാത്രം, മിറാജിന്റെ രാത്രിയിൽ ബൈത്തുൽ മഅമൂർ, ആകാശത്തിലുള്ള കഅബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ കഅബക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പുറം ചാരിയിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ കഅബയുടെ പ്രത്യേകതയായി, അതായത് ആകാശത്തിലുണ്ട് ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞ കഅബ, ഭൂമിയിലെ സ്ഥാപകൻ കഅബ സ്ഥാപിച്ച ഇബ്രാഹിം നബിയാണ് അവിടെ പുറംതിരിഞ്ഞിരിക്കുന്നതായിട്ട് മിറാജിന്റെ രാത്രി റസൂലുള്ളാഹി കണ്ടത്. ആ കഅബയുടെ പ്രത്യേകത 70,000 മലക്കുകൾ ഒരു ദിവസം ആ കഅബയിൽ തവാഫ് ചെയ്തു പോരുന്നുണ്ട്. 70,000 മലക്കുകൾ ഒരു ദിവസം വന്ന മലക്ക് പിന്നെ ഖിയാമത്ത് നാൾ വരെ അവിടേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. 70,000 വെച്ചിട്ട് എത്ര ദിവസം? റസൂലുള്ളാഹി ഈ മിറാജ് കഴിഞ്ഞു വന്നിട്ട് തന്നെ 1500 വർഷമായിട്ടുണ്ടാവും.
ഇനി അത് അള്ളാഹു എന്നാണോ ബൈത്തുൽ മഅമൂർ സൃഷ്ടിച്ചത് അന്ന് മുതൽ ഈ ദിവസം വരെ ഓരോ ദിവസം വന്ന മലക്കുകൾ പിന്നെ ഖിയാമത്ത് നാളിലേക്ക് വരെ അവിടെ വരില്ല എന്ന് പറഞ്ഞാൽ ഈ ബൈത്തുൽ മഅമൂറിലേക്ക് അത് ചുറ്റാൻ വേണ്ടി മാത്രം അള്ളാഹു സൃഷ്ടിച്ച മലക്കുകളുടെ എണ്ണാണ്. പിന്നെ മറ്റുള്ള മലക്കുകൾ എത്ര ഉണ്ട്? അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ഈ മലക്കുകളുടെ സാന്നിധ്യം നേരം പ്രഭാതോദയം വരെ ഈ ഭൂമിയിലുള്ള ഒരു ദിവസമാണ് ഖദ്റിന്റെ രാത്രി. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അത് കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തെ കുറിച്ച് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദിവസം കൃത്യമായി അറിയാമായിരുന്നു എന്നതാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞു ഉബാദത്തുബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നത് ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞങ്ങളുടെ ഇടയിലേക്ക് പ്രവാചകൻ പുറപ്പെട്ടു. മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ വഴക്കിടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പ്രവാചകൻ പറയാണ് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയാനായിരുന്നു ഞാൻ പുറപ്പെട്ടത്. പക്ഷെ ഇന്ന ആളുകൾ തമ്മിൽ വല്ലാത്ത കുഴപ്പമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയപ്പോ ആ വിഷയത്തിൽ മറന്നു കളഞ്ഞതാണ്. ആ കാര്യം എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. എന്നാണ് ഇത് പറയേണ്ടത്? ഉയർത്തപ്പെട്ടു. ഏതായിരുന്നാലും അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും, ഒരു സംശയവും. അത് ഹൈർ തന്നെയാണ്. ഹൈറല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം മാത്രമേ പള്ളിയിൽ ആളുണ്ടാവുള്ളൂ. റസൂലുള്ളാഹി അന്ന് എങ്ങാനോ ഈ ദിവസമാണ് എന്ന് പറയാൻ അത് അതായത് മറപ്പിച്ച് കളയാതെ അന്നായിരുന്നു പറഞ്ഞതെന്നുണ്ടെങ്കിൽ പള്ളിയിൽ സ്ഥലം ഉണ്ടാവില്ല ഒരിക്കലും. കാരണം അത്ര ആളുകൾക്ക് കൃത്യം ഇന്ന് തന്നെ 10 ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ ഒരു പള്ളികളിലൊക്കെ നല്ല ആളുകളാണ്. ഏതായിരുന്നാലും പ്രവാചകൻ പറഞ്ഞത് അതാണ്, നിങ്ങൾക്ക് അത് ഹൈറായിരിക്കും, അതായിരിക്കും നിങ്ങൾക്ക് ഹൈർ. അതുകൊണ്ട് 25, 27, 29 ദിവസങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ അവസാനത്തെ 10 ഒറ്റ ദിവസങ്ങളിലാണ്. 21, 23, 25, 27, 29 ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചാൽ തന്നെ ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കി എന്ന് നമുക്ക് കാണാം, നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതുപോലെ റമദാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് പ്രവാചകൻ എന്താണോ എങ്ങനെയാണോ കഴിച്ചു കൂട്ടിയത് അതുപോലെ പള്ളിയിൽ കഴിച്ചു കൂട്ടുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇന്ന് വളരെ ഖേദകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രവാചകൻ പറഞ്ഞ ഒറ്റ രാവുകളിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ നിഗമനത്തിൽ എത്തിയ ഒരു ദിവസമാണ് 27 രാവ്. എല്ലാ വർഷവും 27 രാവിന്റെ അന്ന് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പിച്ച ആളുകളാണ് നമ്മുടെ സമൂഹം. എന്നാൽ അതിന് ഒരു തെളിവുമില്ല. ഈ ലൈലത്തുൽ ഖദ്ർ 27 രാവിന്റെ അന്നാണ് എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു തെളിവുമില്ല. എന്നാൽ ഈ പറഞ്ഞ സാധ്യതകളിൽപ്പെട്ട ഒരു സാധ്യതയാണ്. ഇനി അതല്ല ഉറപ്പുള്ള ഈ ആളുകൾ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? 27 രാവിന്റെ അന്ന് തന്നെയാണെന്ന് ഉറപ്പാണെന്ന് വെക്കുക. അന്ന് സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അന്ന് അതുവരെ പള്ളിയിലും മറ്റുള്ള ഗ്രൗണ്ടുകളിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിച്ചു കൂട്ടിയ ആളുകൾ പള്ളിയിലേക്ക് കയറാൻ വേണ്ട. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അന്ന് അതുവരെ പള്ളിയിൽ കഴിച്ചു കൂട്ടിയ ആളുകൾ പറമ്പിലേക്കും അതുപോലെ തന്നെ മറ്റു മദ്രസ കോമ്പൗണ്ടിലേക്കും ഓഡിറ്റോറിയങ്ങളിലേക്കും പോവാൻ വല്ലാത്തൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം മലപ്പുറത്തൊക്കെ വയനാട് ഭാഗത്തു നിന്നൊക്കെ ബസ്സുകൾ വരുന്നുണ്ടെങ്കിൽ ഈ ലൈലത്തുൽ ഖദ്ർ അന്ന് തന്നെയാണെന്ന് ഉറപ്പുള്ളത് പോലെ തന്നെയാണ്, ഒരു സംശയമില്ല. അന്ന് തന്നെയാണ് ഉറപ്പ്. മാത്രമല്ല അത് ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റുന്നുള്ള ആ അവസ്ഥയിലാണ് അവർ വരുന്നത്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് തന്നെ കൃത്യമായ ധാരണ. അപ്പൊ ഏതായിരുന്നാലും ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ വലിയൊരു അബദ്ധമാണ്. ഇനി അന്ന് തന്നെ ആണെന്ന് വെക്കാം, അവർ പള്ളിയിൽ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു അല്പമെങ്കിലും സമാധാനിക്കാൻ പറ്റുന്നു. പക്ഷെ അതല്ല അവർ ചെയ്യുന്നത് എന്നത് നമ്മൾ ഈ കൂട്ടത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ പ്രവാചകൻ പ്രതീക്ഷിച്ചത് എങ്ങനെയാണോ റമളാനിലെ അവസാനത്തെ 10 റസൂലുള്ളാഹി ഇത്തികാഫ് ഇരിക്കുമായിരുന്നു. പറയും റമളാനിലെ അവസാനത്തെ 10 രാത്രികളിൽ നിങ്ങൾ ഇത്തികാഫ് ഇരുന്നുകൊണ്ട് നിങ്ങൾ അതിൽ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ഇത്തികാഫ് ഇരിക്കലാണ് അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറ്റൊരു കാര്യം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. അവസാനത്തെ 10 മറ്റു ദിവസങ്ങളിലേക്കാൾ കൂടുതൽ കഠിനാധ്വാനം റസൂലുള്ളാഹി ചെയ്തിരുന്നു. നമുക്കറിയാം വല്ലാത്ത പ്രയാസമാണ് ഉറക്കൊഴിക്കുക എന്നുള്ളത്. എന്നാൽ റസൂലുള്ളാഹി നമ്മള് ഒരു റമദാൻ ഇന്നലെ വരെ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി എന്ന് നമ്മളൊന്ന് കണക്ക് കൂട്ടാം. അതിനേക്കാൾ ഒരു 2 മണിക്കൂറെങ്കിലും ഉറക്കൊന്ന് കുറക്കുക.
എന്നാൽ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവും. അടുത്ത വർഷം നമുക്ക് ഒരു 2 മണിക്കൂറിൽ 3 മണിക്കൂർ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഉറക്കം കുറച്ചൊന്നും ഒഴിവാക്കുക. ഒരു 12 മണി വരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ പാരായണവുമായി പള്ളിയിൽ വഴി കഴിച്ചു കൂട്ടുന്നതിന് കുറച്ച് ഉറങ്ങുക. എന്നിട്ട് അത്താഴത്തിന് 1 മണിക്കൂർ മുമ്പ് ഒരു 3-3:30 എഴുന്നേറ്റ് വീണ്ടും നമ്മൾ ഈ ഖുർആൻ പാരായണത്തിലോ അല്ലെങ്കിൽ ദുആയിലോ ഒക്കെ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ കഴിച്ചു കൂട്ടാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ വലിയ ക്ഷീണമില്ലാതെ ഈ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി അപ്പൊ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാനെങ്കിലും നമുക്ക് സാധിക്കും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങ റസൂലുള്ളാഹി ചെയ്തതുപോലെ ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പരമാവധി ശ്രമിക്കും എന്ന നിലത്തോടു കൂടി നമ്മുടെ കുടുംബത്തിനൊക്കെ ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തി അതേപോലെ തന്നെ ഈ കഴിവിന്റെ പരമാവധി ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുവാനാണ് നമ്മൾ അടുത്ത ഈ അവസാനത്തെ പത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി എന്നോടും ഒക്കെ ഓർമ്മപ്പെടുത്താണ്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത് സക്കാത്ത്. അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സക്കാത്ത് ഈ അവസാനത്തെ പത്തിൽ കൊടുക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ സമൂഹം നമ്മളൊക്കെ അടക്കം കൂടുതൽ കൂലി കിട്ടാനൊക്കെ സക്കാത്ത് നമ്മുടെ ബാധ്യത ഉള്ളത് ഈ റമദാനിലെ അവസാനത്തെ പത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അത് വലിയൊരു കാര്യമാണ്. സക്കാത്ത് കൃത്യമായും കൊടുക്കുക എന്നത് നമ്മളൊക്കെ തീരുമാനിക്കണം. നമ്മുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ക്ലാസ് നടന്നിരുന്ന അറിയാം. ഏതായിരുന്നാലും വലിയ നമ്മുടെ നമസ്കാരത്തിനെ പോലെ പരിശുദ്ധ ഖുർആനിൽ 29ഓളം സ്ഥലങ്ങളിൽ നമസ്കാരത്തിനോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ് സക്കാത്ത്. വവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ഹും ലാ യഅതൂന സക്കാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കീങ്ങൾക്കാകുന്ന നാശം എന്ന് പറഞ്ഞു. ആരെയാണ് മുശ്രിക്കീങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയത്? അല്ലദീനഹും ലാ യഅതൂന സക്കാത്ത, അവർ സക്കാത്ത് കൊടുക്കാത്തവരാകുന്നു. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തിൽ അവിശ്വസിക്കുകയും ചെയ്തവരാകുന്നു. സക്കാത്ത് കൊടുക്കാത്തവർ മുശ്രിക്ക് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ മുശ്രിക്ക് എവിടെയാണ് സ്ഥാനമുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. കാലാകാലം ശാശ്വതരായ നരകത്തിലാണ്. അപ്പോ സക്കാത്തിന്റെ വിഷയം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമ്പത്ത് നമ്മൾ കണക്ക് കൂട്ടി നോക്കുക. നമുക്കറിയാം 595 ഗ്രാം വെള്ളിയുടെ കണക്ക് നമ്മുടെ ഈ ഒരു വർഷത്തിലെ വരുമാനം നമ്മുടെ ചെലവ് കഴിച്ച് ബാക്കി വരുന്നത് അത്ര തുക ഉണ്ടെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ വെള്ളി സ്വർണത്തിന്റെ ഒക്കെ വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1,65,000 രൂപ നമുക്ക് ഒരു വർഷത്തിൽ ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ശമ്പളം, അതുപോലെ തന്നെ കയ്യിലുള്ള നമ്മുടെ പൈസ, അതേപോലെ കച്ചവടം ഉണ്ടെങ്കിൽ കച്ചവടത്തിലുള്ള മുതൽ എല്ലാം കൂടി വിൽപ്പനക്കുള്ള സാധനങ്ങൾ, വിൽപ്പനക്കുള്ള വസ്തുക്കൾ എത്രമാത്രം ഉണ്ടോ അത് 3 കൂടി കണക്ക് നോക്കി ഈ പറഞ്ഞതുപോലെ 1,65,000 ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ 2.5% കൊടുക്കുക. കൂടുതലൊന്നും വസ്വാസിലേക്ക് പോകാത്തതാണ് ഈ വിഷയത്തിൽ നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ, അതിന് കൊടുക്കണോ എന്നുള്ളത് ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ട് നമുക്കറിയാം. അത്യാവശ്യ ചെലവ് കഴിച്ചിട്ടാണ് ബാക്കി കൊടുക്കേണ്ടത്. അത്യാവശ്യ ചെലവ് അല്ലാത്തത് നമ്മൾ വിശ്വാസികൾ നിർവഹിക്കില്ല. നമ്മൾ ആർഭാടങ്ങൾ നടത്താറില്ല, അനാവശ്യ ചെലവ് വഹിക്കാറില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ശീലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പൊ ബാക്കിയുള്ളത് അത്യാവശ്യ ചെലവ് കഴിച്ചിട്ടുള്ള പൈസയാണ്. നമ്മുടെ ബാങ്കിൽ എത്ര ഉണ്ട് അതും കൂടി ഇതിനോട് ചേർത്ത് നോക്കുക. കച്ചവടക്കാരുണ്ടെങ്കിൽ നമ്മുടെ വിൽപ്പനക്കുള്ള വസ്തുക്കൾ എത്ര പൈസക്കുണ്ട് അതും കൂടി ചേർത്തിട്ട് 1,65,000 ഉണ്ടെങ്കിൽ അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കും. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ലോകത്തും പരലോകത്തും ഭയങ്കര ശിക്ഷയാണ്, വലിയ പരീക്ഷണമാണ്. ഒരു തുള്ളി വെള്ളം പോലും അല്ലാഹു ആകാശത്തിന് ഇറക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് റസൂലുള്ളാഹി പറഞ്ഞത് മൃഗങ്ങൾ എങ്ങാനും ഇവിടെ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം തരൂല എന്നുള്ളതാണ്. അപ്പൊ ഈ കിട്ടുന്ന മഴ ഇവിടെ കുറച്ച് മിണ്ടാപ്രാണികൾ ഉണ്ടായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം സക്കാത്തിന്റെ വിഷയം ഒരല്പം സൂക്ഷിക്കുന്നത് സലഫികളാണ്, മുജാഹിദുകാരാണ്. കൃത്യമായി അതിന് കണക്ക് നോക്കി ആ വർഷം നോക്കി കഴിയുമ്പോ അത് കൊടുക്കുന്ന ആളുകൾ. നമ്മുടെ സമൂഹത്തിലുള്ള സക്കാത്ത് ആളുകൾക്ക് ഭൂരിഭാഗം അവരാണ്. അവർ സക്കാത്ത് കൊടുക്കുന്ന 25,000 വരുമ്പോ വീട്ടിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് ആ പേരും സാധനമൊക്കെ നോക്കി ചോദിച്ച് അങ്ങനെയുള്ള ആ ഒരു കൊടുക്കല്. സക്കാത്ത് കൊടുക്കണ്ടോ, നല്ല സക്കാത്ത് കൊടുക്കണ്ടോ, അവിടെ 100 പെട്ടി അല്ലെങ്കിൽ 150 പെട്ടി എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുമാനമുള്ള ആളുകളാണ് ഈ 100ഉം 200ഉം കൊടുത്ത് അയിമലാണ്ട് ആ ഒരൊറ്റ ദിവസത്തെ സക്കാത്തമ്മൽ ഒതുക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുശ്രിക്കിന്റെ സ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ ലോകത്തും പരലോകത്തും വലിയ നഷ്ടവും പരീക്ഷണവും ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് സക്കാത്തും നമ്മൾ ഈ അവസാനത്തെ പത്തിൽ എന്ന് കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കാരണം അതുകൊണ്ടാണ്. ഭൂരിഭാഗം ആളുകളും ഈ സക്കാത്ത് കൊടുക്കുന്നത് ഈ അവസാനത്തെ പത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ ഇനി ഇതിലൂടെ ഈ കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്
ഇതിലൂടെ ഉള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇത്തികാഫിരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഖുർആൻ പാരായണം നിർവഹിക്കുകയാണെങ്കിലും പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിലും ഇതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനമായ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ പാപമോചനം. ഈ പാപമോചനം അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യമാണ്. അള്ളാഹു നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, അവൻ നമുക്ക് പാപമോചനം നൽകുന്നു എന്നുള്ളതാണ്. കാരണം മനുഷ്യരുടെ പ്രകൃതം എന്ന് പറഞ്ഞ കുല്ലു ബനി ആദമ ഖത്താഉൻ, ഓരോ മനുഷ്യനും പാപികളാണ്. ഈ തിന്മ സംഭവിക്കുന്ന ആളുകളിൽ ഏറ്റവും ഉത്തമമായവർ തൗബ ചെയ്യുന്നവരാണ്. അപ്പൊ സത്യത്തിൽ മനുഷ്യരുടെ പ്രകൃതം തെറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. തെറ്റുകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ നടത്തുക, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളതും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ഏറ്റവും ഈ സമയത്ത് പ്രതീക്ഷിക്കാനുള്ളതും. അള്ളാഹു നൽകുന്നതിൽ വെച്ച് വളരെ വലിയ കാര്യമായി അള്ളാഹു തന്നെ കാണുന്നതും പരിചയപ്പെടുത്തി തരുന്നതും ഒക്കെ ഈ പാപമോചനമാണ്. നമുക്ക് അത് കരസ്ഥമാക്കണം. ഒരുപാട് വിഷയങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ തന്നെ നമുക്ക് അള്ളാഹു നൽകിയത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനാണ്. നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് എന്താ? നമ്മുടെ പാപമോചനമാണ്. പരിശുദ്ധ റമദാനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, കരിച്ചു കളയുന്നത് ശിദ്ദത്തുൽ ഹർറ് എന്നാണ് അതിന്റെ അർത്ഥം. റമദാൻ എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂട് എന്ന് വെച്ചാൽ കഠിനമായ ചൂടിൽ എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ നമ്മുടെ പാപങ്ങളൊക്കെ കരിഞ്ഞു പോകും. ആ റമദാൻ എന്നുള്ള പേര് തന്നെ അതാണ്. ഇനി ഈ റമദാനിലെ ഏറ്റവും പ്രധാനമായ കർമ്മം എന്താണ്? നോമ്പാണ്. റമദാനിലാണ് ഏറ്റവും പ്രധാനമായ കർമ്മം എന്ന് പറയുമ്പോൾ അത് നോമ്പാണ്. ഈ നോമ്പ് കൊണ്ട് നമുക്ക് നേടാനുള്ളത് എന്താ? നോമ്പ് കൊണ്ട് നേടാനുള്ളത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ അതിനപ്പുറം പ്രവാചകൻ പറഞ്ഞു, മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈമാനോടും ഇഹ്തിസാബോടും കൂടി ഒരാൾ നോമ്പ് നോറ്റാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് അല്ലാഹു പറയുന്നത്. ഇനി പിന്നെയുള്ള ഒരു കർമ്മമാണ് രാത്രി നമസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു തരാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു കാരുണ്യമാണ്. ഈ അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നോക്കൂ നിങ്ങൾ. അറഫയുടെ സുന്നത്ത് നോമ്പിനെ കുറിച്ച് അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ എന്താണ് പറഞ്ഞത്? യുകഫിറു സനതൽ മാദിയത്തിൽ ബാഖിയത, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ഓരോ വർഷ പാപങ്ങൾ പൊറുക്കപ്പെടും. ആശൂറ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? യുകഫിറു സനതൽ മാദിയത, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈ പാപങ്ങൾ പുറത്തു കിട്ടുക, അതിനാണ് ശരിക്കും റമദാൻ നമുക്ക് നൽകിയത് എന്ന ഒരു ബോധം ഈ അവസാനത്തെ പത്രം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടത് പാപമോചനമാണ്. അപ്പൊ നമ്മൾ ഇത്ര മാത്രം നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ? പാപം ചെയ്തിട്ടല്ല നമ്മൾ പാപമോചനം തേടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അല്ലെങ്കിൽ അധികം പ്രാവശ്യം ഞാൻ തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകൻ തെറ്റ് ചെയ്തിട്ട് ഇനി അഥവാ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, സംഭവിച്ചെങ്കിൽ തന്നെ അള്ളാഹു അതിന് പുറത്തു കൊടുത്ത ആളാണ് പ്രവാചകൻ. ആ പ്രവാചകൻ ദിവസം 100 പ്രാവശ്യം തൗബ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാവശ്യം നടത്തണം? നമ്മൾ ഒന്ന് നോക്കിയാൽ തെറ്റ്, അവിടെ നോക്കിയാൽ തെറ്റ്, മൊബൈൽ വഴിയെടുത്ത് നോക്കിയാൽ അപ്പൊ തെറ്റ്, ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ തെറ്റ്, നമ്മളൊന്ന് ചെയ്താൽ തെറ്റ്, എല്ലാം ഒരു തിന്മയിലേക്കുള്ള പോക്കാണ്. നമ്മൾ പലരും നമ്മളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഇസ്തിഗ്ഫാർ വളരെ പ്രധാനമായ ഒരു കാര്യമായി അവസാനത്തെ പത്രം മുഴുവനും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമസ്കാരം. നമുക്കറിയാം, നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ അവസാനിപ്പിക്കണം, എത്ര സമയം? എത്ര പോണ? അപ്പോ ഈ നമസ്കാരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, നമസ്കാരത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വന്നു ഇന്ന നിസ്കാരം നിർവഹിക്കുന്നു എന്ന് നമ്മൾ കരുതി നിയ്യത്തോട് കൂടി അല്ലാഹു അക്ബർ എന്ന പേര് കേട്ട് നമ്മൾ ആദ്യമായി റബ്ബിനോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്.
അള്ളാഹുവേ എന്റെ പാപങ്ങളെ എന്നിൽ നിന്ന് നീ അകറ്റണമേ എന്നാ. നീ കിഴക്കും പടിഞ്ഞാറും എത്രമാത്രം അകറ്റി നിർത്തി അതുപോലെ എന്നെയും എന്റെ പാപത്തിനെ നീ അകറ്റണം. പാപം അകറ്റി നിർത്താനാണ് അള്ളാഹുവിനോട് ആദ്യം ചോദിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ പാപത്തിൽ നിന്ന് പരിശുദ്ധമാക്കണമേ, വെള്ളം കൊണ്ട് സെൽച്ച് കൊണ്ടൊക്കെ നീ എന്റെ പാപങ്ങളിൽ നിന്ന് കഴുകിക്കളയണമേ എന്നാണ് അള്ളാഹുവിനോട് ആദ്യം ചോദിക്കുന്നത്. പിന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയും ഖുർആനിൽ നിന്ന് പാരായണമൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞു, നമ്മൾ ഖുർആൻ പാരായണം കഴിഞ്ഞു, ആദ്യമായി നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ റുകൂയിലേക്ക് പോകുന്നു. എന്താ ചെയ്യുന്നത്? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക. അതിൽ പ്രാർത്ഥന ഇല്ല, അവിടെ വരെ പ്രാർത്ഥന അല്ല, പിന്നെയാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ഗ്ഫിർലി സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക. അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അതുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി എനിക്ക് പുറത്തു തരണം. ഇതിങ്ങനെ ആവർത്തിച്ച് ഇതുപോലെ തന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദാന്ന് കഴിഞ്ഞ റബ്ബനാ ലക്കൽ ഹംദ്. ഹംദ് അൽ ഹംദ് എന്ന് പറഞ്ഞാൽ അഫ്ദൽ ദുആയാണ് അൽ ഹംദ്. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. എല്ലാം ഇതിൽ പെട്ടു. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്തൊക്കെ വർത്താനം ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് വലിയ പ്രാർത്ഥനയാണ്. പ്രയാസം ഉണ്ടെങ്കിലും അല്ലെങ്കിലും ഒക്കെ അത് വലിയൊരു പ്രാർത്ഥനയായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ സുജൂദിലേക്ക് പോയി. ഇതുപോലെ തന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അവിടെ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി ചോദിക്കുന്നത്. ഇതുപോലെ അതിന്റെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം റബ്ബി ഗ്ഫിർലി വർഹംനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അവിടെയും ആദ്യം റബ്ബി ഗ്ഫിർലി, റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ. ഒരുപാട് തെറ്റ് ചെയ്തിട്ടല്ല, പക്ഷെ ഇങ്ങനെയാണ് റസൂലുള്ളാഹി നിസ്കാരം പഠിപ്പിച്ചത്. ഇനി നോക്കൂ നിങ്ങൾ, അത്തഹിയാത്താണ് പിന്നെ അവിടെ ഉള്ളത്. ഈ അത്തഹിയാത്തിലെ ആദ്യത്തെ അത്തഹിയാത്ത് നമുക്കറിയാം, തശഹ്ഹുദും പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്തും നിർവഹിച്ചാൽ മതി. സ്വലാത്ത് മുഴുവനായി നിർവഹിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അവസാനത്തെ അത്തഹിയാത്ത് നമുക്കറിയാം, അത്തഹിയാത്ത് 3 ഭാഗമായിട്ടാണുള്ളത്. ഒന്ന് തശഹ്ഹുദ്, മറ്റൊന്ന് സ്വലാത്ത്, മറ്റൊന്ന് ദുആ. ഇങ്ങനെ 3 ഭാഗമാണ്. ഇതില് ആദ്യത്തെ 2 ഭാഗവും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് എന്താ റബ്ബിനോട് ചോദിക്കാനുള്ളത് അതില്ല. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്താണത്? എല്ലാം അല്ലാഹുവിനാകുന്നു. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു എല്ലാ രക്ഷയും അതുപോലെ തന്നെ എല്ലാം റബ്ബിനാണ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലുന്നുണ്ട്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഇതൊക്കെ റബ്ബിനോടുള്ള സമ്മതിക്കലാണ്. ഇനി അത് കഴിഞ്ഞാൽ ആ തശഹ്ഹുദിൽ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി നമ്മളൊന്നും ചോദിക്കുന്നില്ല. രണ്ടാമതായി സ്വലാത്താണ്. അല്ലാഹുവേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ രക്ഷ നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും രക്ഷ നൽകണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണമേ. അതിൽ പൊതുവായുള്ള മുഹമ്മദ് നബിന്റെ കുടുംബത്തിനും അതേപോലെ തന്നെ അതിലൊക്കെ നമ്മൾ പെട്ടെങ്കിൽ പെട്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഇനിയുള്ള ഭാഗത്താണ് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. റബ്ബേ ഞാൻ മുൻപ് ചെയ്തത് പോയതും പിന്നിച്ച് ചെയ്തതും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒക്കെ അത് പുറത്തു തരണമേ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നിർബന്ധമായ നിസ്കാരത്തിലെ ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ എത്രമാത്രം സമയം വെച്ച് നിർവഹിക്കാം എന്നതിന് ഒരു പരിധിയുണ്ട്, ഒരു സംശയമില്ല. എന്നാൽ സുന്നത്ത് നിസ്കാരം ഈ ഇത്തികാഫ് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഒഴിവ് സമയം ഉണ്ടെങ്കിൽ ഇത് മുഴുവനായി നമ്മൾ നിർവഹിക്കണം. പല ആളുകളും സുന്നത്ത് നിസ്കാരത്തിൽ ഇപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ബഅദി വൈനി ചെല്ലണ്ട എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചത് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അത് നമുക്ക് ചൊല്ലുന്ന ആളുകൾ അറിയുന്ന ആളുകൾ തന്നെ അതിന്റെ 1/3 ഭാഗം അറിയുള്ളൂ. വഅന മിനൽ മുസ്ലിമീൻ എന്ന് വരാ. പിന്നെ അല്ലാഹുമ്മ അൻതൽ മലികു ലാ ഇലാഹ ഇല്ലാ അൻത, അതിന്റെ വളരെ പ്രധാനമായ ഒരു ഭാഗം 2 ഭാഗം അവിടെ കിടക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിൽ അത് പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വലിയ പ്രാർത്ഥനയാണ് അത്. ഏകദേശം സയ്യിദുൽ ഇസ്തിഗ്ഫാറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രാർത്ഥന. എല്ലാ കാര്യങ്ങളും അതിൽ വന്നിരുന്നു. എല്ലാ കാര്യം മനുഷ്യര് നിസ്കരിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി വജ്ജഹത്തു ചെല്ലാൻ തന്നെ, വജ്ജഹത്തു എന്നുള്ള പ്രാർത്ഥന ചെല്ലാൻ തന്നെ അവന്റെ ജീവിതത്തിലുള്ള തിന്മകൾ മുഴുവനും പുറത്തു പോകും. അത്രമാത്രം കനപ്പെട്ട പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മിക്കവാറും സമസ്തക്കാരായ ആളുകൾ ഒരു മദ്രസയിലും ഈ പ്രാർത്ഥന മുഴുവൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. അത് പൊന്നാനിയിലെ വർഷങ്ങളോളം ഏതോ ജൂതൻ ദർസ് നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. അവരാണ് ഈ പല കിതാബുകളിലും പള്ളിയിലുള്ള കിതാബുകളൊക്കെ എഴുതിണ്ടാക്കിയത്. അതിനനുസരിച്ച് ഇങ്ങനെ പോലും ബോധപൂർവം ചെയ്തതാണോ അത് സംഭവിച്ചതാണോ എന്ന് അല്ലാഹു. അത്ര പ്രാർത്ഥന വലിയ പ്രാർത്ഥനയാണ് ഈ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ എന്നുള്ള പ്രാർത്ഥന. അത് ഒന്നായിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ഏതായിരുന്നാലും ആ പ്രാർത്ഥന കഴിയുമെങ്കിൽ നിർവഹിക്കുക. ഒറ്റയ്ക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇനി ഇതില്ലാതെങ്കിൽ അല്ലാഹുമ്മ ബഅദി ബൈനി എന്നുള്ളത് ചൊല്ലാം. തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഓരോ 2 റക്അത്ത് നിങ്ങൾക്ക് അറിയില്ല, ചില ഇമാമുമാരൊക്കെ തക്ബീർ ചൊല്ലി ഉണ്ടാകും. അതിനുള്ള സമയം അത് ചെലവഴിക്കണം നമ്മൾ. ആ പ്രാരംഭ പ്രാർത്ഥന ഇതുപോലെ 2 റക്അത്തിന്റെ അവസാനം അവിടെ മസീഹ് ദജ്ജാൽ വരെ പ്രാർത്ഥിക്കാം.
ഇനി അങ്ങനെയില്ല, നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് കടന്നു വന്നു ഇഖാമത്ത് കൊടുക്കാൻ 2 മിനിറ്റ് ഉണ്ട്. അതിന്റെ ആ 2 മിനിറ്റിനുള്ളിൽ നമുക്ക് തഹയ്യത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം നീട്ടി വലിച്ച് ഓതി കഴിയൂല. അപ്പൊ അതിനനുസരിച്ച് നിസ്കരിക്കാം. അതല്ലാത്ത നമുക്ക് ഒഴിവ് സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത്തികാഫിന് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഏർപ്പാടൊന്നും ഉണ്ടാവില്ല. ഈ നിസ്കാരത്തിൽ നമ്മൾ പ്രധാനമായും ഈ റമദാനിൽ അവസാനത്തെ 10 ധന്യമാക്കാൻ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് സുജൂദ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ തന്റെ ഉടമയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഫഅക്സിറു ദുആ, നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം. ഇമാം തറാവീഹ് ഒരു 1 മിനിറ്റ് നേരെ ഏറെ സുജൂദിൽ കിടന്നാൽ അപ്പൊ നമ്മൾ മെല്ലെ തല പൊന്തിച്ചു നോക്കുന്നു, ശ്വാസം പോയിട്ടുണ്ടോന്ന് നോക്കും. കാരണം അത്ര നമുക്കൊരു എടുക്കാൻ കഴിയണം. അഥവാ ഒരു 10 മിനിറ്റ് സാധാരണ അവസാനിക്കുന്നതിൽ ഏറി കഴിഞ്ഞാലോ ഇങ്ങ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് 2 റക്അത്തിൽ ഉറങ്ങി. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ. സുജൂദിൽ ഒരല്പം പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ നമ്മളോട് കഴിയണില്ല. ഈ ജമാഅത്തിന്റെ വിഷയങ്ങളും കൂടെ ഒറ്റക്കുള്ള നിസ്കാരത്തിൽ നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് നിർബന്ധമാണ് നല്ല പറഞ്ഞത്. നമുക്കിത് എത്രമാത്രം കരസ്ഥമാക്കാൻ കഴിയും. റബ്ബിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സുജൂദിൽ ആ പ്രാർത്ഥനയിലൂടെ റബ്ബേ എന്റെ പാപങ്ങൾ പുറത്തു തരണം എന്റെ ജീവിതത്തിലുള്ള. പക്ഷെ മലയാളത്തിൽ പറ്റൂല എന്നുള്ള, അറബിയിലുള്ള നമുക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഈ സുജൂദിൽ പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാം. അത്തഹിയ്യാത്ത് സലാം വീട്ടുന്നതിന് മുമ്പ് ഈ അത്തഹിയ്യാത്തും സലാത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെയാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടതെന്ന് തെറ്റിദ്ധരിച്ചതാണ് പല ആൾക്കാരും. അങ്ങനെയല്ല, സൗകര്യം ഒഴിവ് മുഴുവനായും നിർവഹിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അത് ഇനി കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്ക് വേണ്ടി അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്നത് അവസാന ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. അത് നിർവഹിക്കാതെ സലാം വീട്ടൂല എന്ന് നമ്മൾ തീരുമാനിക്കുക. എന്നാൽ തന്നെ നമ്മളെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിസ്കാരത്തിലൂടെ റബ്ബിലേക്ക് അടുത്ത ഏറ്റവും സന്ദർഭത്തിൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്നതാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗബനെ കുറിച്ചാണ്. അല്ലാത്ത സമയത്തും ഒക്കെ നമ്മൾ തൗബ നിർവഹിക്കണം. നമുക്കറിയാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പലപ്പോഴായിട്ട് ചെറുതും വലുതുമായി സംഭവിക്കുന്നതാണ്. ഈ അവസാനത്തെ 10 പ്രത്യേകം അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ആളുകളോട് വല്ല ഇടപാടുകളും അല്ലെങ്കിൽ വല്ല ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നാക്കി പൊരുത്തപ്പെടിക്കണം എന്നുള്ളത് തൗബന്റെ ഒന്നാമത്തെ 4 ഷർത്തുകളിൽ പെട്ട ഒരു ഷർത്താണ്. ഒരു ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യരോട് ഉണ്ടാവുന്ന ഭാഗത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് മറ്റുള്ള ഷർത്തുകൾ പാലിച്ചിട്ട് കാര്യമുള്ളൂ. അതായത് തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കുക, ചെയ്ത തെറ്റുകളെ കുറിച്ച് ഖേദമുണ്ടാകുക, ഇനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന ദൃഢപ്രതിജ്ഞ ഉണ്ടാകുക. ഈ 3 ഷർത്തിനോട് പുറമെ മനുഷ്യരുമായി ബന്ധപ്പെട്ട വല്ല ഇടപാടുകളുണ്ടെങ്കിൽ അത് തീർക്കുക, പൊരുത്തപ്പെടിക്കുക, വാക്കുകൾ സംബന്ധമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കുക. കുടുംബബന്ധം മുറിഞ്ഞു നിന്നിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ മുമ്പ് വല്യപ്പ പറഞ്ഞതുപോലെ തല കുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുടുംബബന്ധം ചേർത്ത് കളയാത്ത, ആ മുറിച്ചു കളഞ്ഞ ആളുടെ കർമ്മങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയരാതെ അവിടെ തങ്ങി നിൽക്കുന്നു. എപ്പോഴാണോ നന്നാക്കുന്നത്, മരിക്കുന്നതിന് മുമ്പ് നന്നാക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ ഉയരും. അതല്ലാന്നുണ്ടെങ്കിൽ അത് നേരെ ഭൂമിയിലേക്ക് തന്നെ പോരും. ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ വേഗം അതിന് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണം എന്നതുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഇനി അവസാനത്തെ 10 നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം സക്കാത്തുൽ ഫിത്റാണ്. കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ നിർവഹിക്കുന്നവരാണ്. ചെറിയ കുട്ടികൾ വരെ ആ അന്നത്തെ പെരുന്നാൾ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരെ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയതാണ്. ഫറള സക്കാത്തുൽ ഫിത്രി മിൻ റമളാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന ഹുർറൻ ഔ അബ്ദൻ ഔ റജുലൻ ഔ ഇംറാത്തിൻ സഗീറൻ ഔ കബീറൻ. ചെറിയവരും വലിയവരും സ്വതന്ത്രനും അടിമയും പുരുഷനും സ്ത്രീക്കൊക്കെ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് വലിയൊരു വിഷയമാണ്. എത്രയാണ് എങ്ങനെയാണെന്നൊക്കെ. ഏതായിരുന്നാലും പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് അത് കൊടുത്തു വിടുക എങ്കിൽ മാത്രമേ അത് ഫിത്ർ സക്കാത്ത് ആവുള്ളൂ. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം കൊടുത്താൽ അത് സാധാരണ ഒരു ദാനധർമ്മമാണ് ആവുക. എന്താണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ സാധാരണ നാട്ടുകളിലെ ഭക്ഷണമാണ്. പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പെരുന്നാളിന്റെ ദിവസം പട്ടിണി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പെരുന്നാളിന് നമ്മളെല്ലാവരും ബിരിയാണിയോ നെയ്ച്ചോറ് അങ്ങനത്തെ എന്താണ് മന്തിയൊക്കെയാണ് വെക്കുക. അതിന്റെ അരി കൊടുക്കുക. അങ്ങനെ കൊടുക്കണമെങ്കിൽ വിരോധമൊന്നും. അതല്ല അതെന്നെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തീരുമാനിക്കുക. അത് വാശി പിടിക്കുവാണ്. കാരണം സാധാരണ ഗതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കല്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് ഈത്തപ്പഴം, അതുപോലെ തന്നെ ബാർലി അല്ലെങ്കിൽ ഉണക്കമുന്തിരി അല്ലെങ്കിൽ പാൽക്കട്ടി, ഇങ്ങനെയുള്ള ഒരു സ്വാഹാണ് കൊടുക്കേണ്ടത്. ഇവിടെയും നമുക്ക് നമ്മുടെ സമൂഹത്തിന് വളരെ സൂക്ഷ്മത ഉള്ള ഒരു വിഷയമാണ്. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഒരുപാട് എത്ര കൊടുത്താലും 2-2.5 കിലോ കൊടുത്താൽ മതി എന്നാണ്. ആവശ്യമില്ല 3.5 കിലോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും ഇങ്ങനെ വാശിയില്ല.
കാരണം എത്ര ആയാലും ഒരു 50 റുപ്യന്റെ പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഇങ്ങനെ കൊടുക്കുന്നത്. ഒരു സ്വാണ് റസൂലുള്ള കൊടുത്തത്. അത് നമ്മൾ ആ കൃത്യമായ സമയത്ത് അതിന്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക. പെരുന്നാളിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. സ്വഹാബിമാർ അങ്ങനെ കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പെരുന്നാളാണ്, നമുക്കറിയാം. പെരുന്നാളിന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിലുള്ള പുതിയ വസ്ത്രം എടുത്തിട്ടാണ് റസൂലുള്ള പോയിരുന്നത്. പ്രവാചകന് പെരുന്നാളിനും ജുമാക്ക് കൊടുക്കാൻ 2 വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകമായ വസ്ത്രം അതിനു വേണ്ടി ഒരുക്കി വെച്ചിരുന്നു എന്നർത്ഥം. ചെറിയ പെരുന്നാളിന് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടാണ് റസൂലുള്ള പോയിരുന്നത്. വലിയ പെരുന്നാളിന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലും കഴിച്ചിരുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഏതായാലും ഈ അവസാനത്തെ 10 പ്രത്യേകമായി നമ്മൾ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുക. റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയും അടുക്കുക. കഴിവിന്റെ പരമാവധി ഒറ്റക്കിരുന്നുകൊണ്ട് ഒരു മൂലത്തിൽ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുക. എന്നിട്ട് പരിപൂർണമായ പാപമോചനം നേടിയിട്ട് ആണ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയത് എന്ന് നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിയപ്പോൾ 3 ആമീൻ പറഞ്ഞത് നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നമുക്ക് അറിയാം. ആ ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനക്കായിരുന്നു എന്നും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ പറഞ്ഞത്. ഒരു മനുഷ്യൻ നശിച്ചിരിക്കുന്നു, അവന് റമദാൻ വന്നെത്തി, അവന്റെ പാപമോചനം കിട്ടുന്നതിന് മുമ്പ് റമദാൻ കഴിഞ്ഞു പോയി. കാരണം ഒന്നും അതിനു വേണ്ടി ചെയ്തില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്കത് ഉറപ്പൊന്നുമില്ല കിട്ടിയില്ല എന്നുള്ളത്. റബ്ബിനോട് ചോദിച്ച് നമ്മൾ പരിശ്രമം നടത്തിയോ, അത്രേ ഉള്ളൂ. പഠിച്ചോന്റെ പഠിത്തമാണ് അത് ഉള്ളത്. പഠിച്ചോൻ കാരുണ്യവാനാണ്, ഗഫൂറാണ്, റഹീമാണ്. അതുകൊണ്ട് പുറത്തു തരുമെന്നുള്ള ഉറപ്പോട് കൂടെ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. കുറച്ച് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ ഇനി ഇതിൽ ഒരു പാപവുമില്ല എന്ന് ഉറപ്പ് നമുക്കുണ്ടാവണം. അതിനു വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം ഈ അവസാനത്തെ 10 ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 10 ദിവസങ്ങൾക്കിടയിലും മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയുകയാണെങ്കിൽ മുൻകൂട്ടി വഹിയൊന്നുണ്ടായിട്ടില്ല. പ്രവാചകൻ ചില സൂചനകളൊക്കെ ഇത്ര നൽകിയിരുന്നു. അന്ന് നല്ല സമാധാനമായിരിക്കും, തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും. പക്ഷെ അത് എല്ലാ ഭാഗത്തിലേക്കുള്ള ഒരു നോട്ടമല്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ ഇന്നക അഫ്വുൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് ചേർത്ത് വായിക്കാനുള്ളത് തന്നെയാണ്. പാപം തേടി മാപ്പ് തരിക, പുറത്ത് കിട്ടുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിങ്ങനെ പറഞ്ഞുകൊള്ളുക എന്നുള്ളതാണ്. സുജൂദിൽ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. സുജൂദിൽ ഒരുപാട് പ്രാർത്ഥിക്കും. ഇനി എന്താ പ്രാർത്ഥിക്കേണ്ടത് സംശയം ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുക. അപ്പൊ ഇതാണ് പ്രവാചകൻ പ്രത്യേകിച്ച് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന. അത് നമ്മൾ വർദ്ധിപ്പിക്കുക. എന്നാലും ഇനി കൂടുതലൊന്നും ഇനി സംശയങ്ങളൊന്നും ഏതായാലും ഉണ്ടാകാൻ സാധിച്ചു, അങ്ങനത്തെ വിഷയം അല്ലാത്തതുകൊണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടത്, കേട്ടതും മനസ്സിലാക്കിയതും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തുവാനും ഈ പരിശുദ്ധ റമദാൻ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാനും നാളെ ഈ റയ്യാൻ എന്നാണ് അവൻ നോമ്പുകാർക്ക് പ്രത്യേകമായി ഒരുക്കി വെച്ച റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായി നമ്മൾ നിർവഹിച്ചിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, വിശ്വാസികൾ എല്ലാവർക്കും അല്ലാഹു അവന്റെ മഹത്തായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല ആളുകളുമുണ്ട്. സന്താന സൗഭാഗ്യമില്ലാത്തവർ, അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും അല്ലാഹു അവന്റെ മഹത്തായ രോഗശമനവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ റാഹത്തും സന്തോഷവും ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. توفنا مسلمين والحقنا بالصالحين. الحمد لله رب العالمين. والسلام عليكم ورحمة الله.